അമ്മയിലെ വിവാദങ്ങൾ, തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഓരോരോ വാർത്തകളാണ് ദിവസം ചെല്ലും തോറും പുറത്തേക്ക് വരുന്നത്. പ്രധാനമായിട്ടും അൻസിബ ലക്ഷ്മിപ്രിയ ആയി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതാണ് ഇപ്പോൾ എന്തായാലും സജീവ ചർച്ചയായി തന്നെ നിലനിൽക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നടി അൻസിബ ഹസൻ. സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന അൻസിബയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കേണ്ട സാഹചര്യമില്ലെന്ന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരുന്നു. അതേസമയം മാനനഷ്ട കേസിലുള്ള നടപടിക്രമങ്ങൾ മജിസ്ട്രേറ്റ് കോടതി ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നമുക്ക് തിയോഫിൻ പറഞ്ഞു തരും. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഈ അൻസിബ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പരാതിയും ഹർജിയും ഒക്കെ ആയിട്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. പക്ഷേ അവിടെ നിന്ന് അൻസിബ പ്രതീക്ഷിച്ച ഒരു നടപടി കോടതി സ്വീകരിച്ചില്ല. ആ ഘട്ടത്തിൽ ഇതാ കേസുമായി മുന്നോട്ട് തന്നെയാണ് എന്ന നിലപാടിലാണ് അൻസിബ. ഹൈക്കോടതിയിലേക്ക് പോവുകയാണല്ലേ? അക്ഷയ, എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് അൻസിബയ്ക്ക് തിരിച്ചടി ഉണ്ടായത്. ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയ പരാതി, അതായത് ഈ പരാതിയുടെ പശ്ചാത്തലം കൂടി നമുക്ക് പറഞ്ഞിട്ട് കേസിലേക്ക് വരാം. നേരത്തെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ തന്നെ അധിക്ഷേപിച്ചു, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ലക്ഷ്മിപ്രിയ സംസാരിച്ചു, അതിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട അവർ പാലാരിവട്ടം പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരുന്നില്ല. അതിൽ ഈ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കേണ്ട സാഹചര്യം അതിനില്ല. അത് വീഡിയോ പരിശോധിച്ചു, യൂട്യൂബ് ചാനലിൻ്റെ ഉടമയെയും ചോദ്യം ചെയ്തു, മൊഴിയൊക്കെ രേഖപ്പെടുത്തി, അൻസിബയുടെയും മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ വീഡിയോ പരിശോധിച്ചിരുന്നു. യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയിൽ സ്ത്രീത്വത്തെ അവമാനിക്കുന്നു എന്ന വാദം നിലനിൽക്കില്ല. അത് അതായത് മാനനഷ്ട കേസ് കൊടുക്കാവുന്ന രീതിയിലേക്ക് മാത്രമാണ് അതിൻ്റെ ഒരു സാഹചര്യമുള്ളത്. അത് പോലീസിന് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് അൻസിബ എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ പിന്നീട് പോലീസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. FIR രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമില്ല, അതിൽ സ്ത്രീത്വത്തെ അവമാനിക്കുന്നു എന്ന കേസ് നിലനിൽക്കില്ല എന്നും കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയും പരിശോധിച്ചു. തുടർന്നാണ് കോടതി ഈ FIR രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം അതിലില്ല, സ്ത്രീത്വത്തെ അവമാനിക്കുന്നു എന്ന അൻസിബയുടെ ആരോപണം അത് നിലനിൽക്കുന്നതല്ല, പക്ഷേ മാനനഷ്ട കേസ് അൻസിബയ്ക്ക് ഫയൽ ചെയ്യാം, അതുമായി മുന്നോട്ട് പോകാം. അതിനുവേണ്ടി മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകാൻ കോടതി തീരുമാനിക്കുകയും ചെയ്തു. ഈ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി അൻസിബയോട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത മാസം 29-ാം തീയതി നേരിട്ട് ഹാജരായി കോടതിയിൽ മൊഴി നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് അൻസിബ ഹസൻ. അൻസിബയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഓൺലൈനായി ഈ ഹർജി ഫയൽ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള നീക്കത്തിലാണ് അൻസിബ. നേരത്തെ ടിനി ടോമിനെതിരായ പരാതിയിലും ഇത്തരത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന് കാണിച്ച് അൻസിബ കോടതിയിൽ പോയിരുന്നു. അങ്ങനെ ലക്ഷ്മിപ്രിയക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസിൽ മറ്റൊരു പരാതി, അങ്ങനെ 2 പരാതിയുമായി ബന്ധപ്പെട്ട നേരത്തെ കോടതിയിൽ പോവുകയും ആ പരാതിയിലൊക്കെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തതാണ്. ഇപ്പോൾ ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയ 2ാമത്തെ പരാതിയിലാണ്, യൂട്യൂബ് ചാനലിലൂടെ തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീത്വത്തെ അവമാനിക്കുന്നത് നൽകിയ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കോടതിക്ക് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലെ തിരിച്ചടിക്ക് പിന്നാലെ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അൻസിബ. അക്ഷയ്, ശരി, വ്യക്തമാണ് തിയോഫിൻ. എന്തായാലും അൻസിബയുടെ പരാതി അത് സ്വീകരിക്കുന്നത് വരെ, ഈ ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കുന്നത് വരെ കോടതികൾ കയറി മുന്നോട്ട് തന്നെ പോകും, നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റതിന് പിന്നാലെ ഇപ്പോൾ എന്തായാലും ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കണം, സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അധിക്ഷേപിച്ചതിൽ കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാനാണ് അൻസിബ ഹസന്റെ നീക്കം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് അൻസിബയുടെ അഭിഭാഷകൻ കോടതിയിൽ ഫയൽ ചെയ്യുമെന്ന വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.